കേരളത്തിൻ്റെ സ്വന്തം ഉള്ളി മൂപ്പിച്ച ചോറ്. ഇത് സാധാരണ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന അമ്മമാർക്ക് നല്ല ശരീരപുഷ്ടി വയ്ക്കാനും കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുലപ്പാൽ ധാരാളമായിട്ട് ഉണ്ടാകാനുമാണ് ഇത് ഉണ്ടാക്കാറ്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളിത് വീട്ടിലുണ്ടാക്കും. സ്കൂളിലേക്കോ ഓഫീസിലേക്കോ കൊണ്ടുപോകാനും ഇത് ഉണ്ടാക്കാറുണ്ട്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് പുഴുങ്ങലരി ചോറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ട അരിയോ ബസ്മതി അരിയോ കൈമ അരിയോ, ഇത് കഴിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചോറ് നിങ്ങൾക്കെടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ക്ലീനാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട് 2 കപ്പ് റൈസിന്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യിൻ്റെ സ്വാദ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണയോ മറ്റെണ്ണകളോ എടുക്കാം. കാരണം നെയ്യ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നടുവേ ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വെളുത്തുള്ളി കഴിക്കുന്നവരല്ലെങ്കിൽ മാത്രം വെളുത്തുള്ളി ഒഴിവാക്കാം. ഇത് രണ്ടും ചേർത്ത് അതൊന്ന് ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ. അത് നെയ്യിൻ്റെ കൂടെ ചേരുമ്പോൾ ഉള്ള ഗുണങ്ങൾ വേറെ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഏകദേശം പകുതി മൂപ്പാവുമ്പോൾ അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആൻഡ് വഴറ്റിൽ തുടർന്നുകൊണ്ടിരിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ആദ്യമേ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ നിറം മാറിപ്പോകുന്നുള്ളത് കൊണ്ടാണ് ഇത് പകുതി ആവുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ കൂടെ ജീരകവും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണ്ട ഒരു മൂപ്പ് എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലാവണ്ട. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് സാധാരണ ചേർത്ത് കൊടുക്കാറുള്ളത് കുരുമുളക് പൊടിയാണ്, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതാണ്. ഇനി ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇനിയല്ല പച്ചമുളകാണ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നേരത്തെ വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണും ഉപ്പ് പാകത്തിനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് റൈസിന് ഒന്ന് ചൂട് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി മൂപ്പിച്ച ചോറ് ഇവിടെ റെഡിയാണ്. ഇഷ്ടമാണെങ്കിൽ കുറച്ച് പച്ച നെയ്യും കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.